ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഈ ഭാഗത്തുനിന്ന് എക്സാമിന് എസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സർട്ടൈൻ റൂൾസ് അല്ലെങ്കിൽ പോളിസീസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ഒക്കെയാണ്. ഇവ എന്തിനു വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനൊരു യൂണിഫോമിറ്റി അല്ലെങ്കിൽ കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. In order to maintain uniformity and consistency in accounting records, certain rules or principles have been developed, which are generally accepted by the accounting profession. Generally accepted accounting policies refers to the rules or guidelines adopted for recording and reporting of business transactions in order to bring the uniformity in the preparation and presentation of financial statements. Business transactions record ചെയ്യാൻ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന റൂൾസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ആണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നു. The rules are called by different names such as principles, concepts, conventions, postulates, assumptions and modifying principles. ഈ റൂൾസിനെ പല പേരുകളിലായിട്ട് പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പിൾസ്, കൺസെപ്റ്റ്സ്, കൺവെൻഷൻസ്, പോസ്റ്റുലേറ്റ്സ്, അസംഷൻസ് ആൻഡ് മോഡിഫയിങ് പ്രിൻസിപ്പിൾസ്. ഇനി ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. The concept of business entity assumes that business has a distinct and separate entity from its owners. ഈ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ഓണറിനെയും ബിസിനസ്സിനെയും സെപ്പറേറ്റ് എൻറ്റിറ്റികളായിട്ടാണ് കണക്കാക്കുന്നത്. The business and its owners are to be treated as two separate entities. The accounting records are made in the books of accounts from the point of view of the business until and not that of the owner. നമ്മളെപ്പോഴും ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പം അത് ബിസിനസ്സിൻ്റെ വ്യൂ പോയിൻറ്റിൽ നിന്നിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഓണറുടെ വ്യൂ പോയിൻറ്റിൽ നിന്നിട്ടല്ല റെക്കോർഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പേഴ്സണൽ ട്രാൻസാക്ഷൻസ് ഓഫ് ദ ഓണർ ആർ നോട്ട് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് ദ ബിസിനസ്. ഓണറിൻ്റെ പേഴ്സണൽ ട്രാൻസാക്ഷൻ ഒന്നും നമ്മൾ ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യില്ല. അപ്പം ഈ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സിനെയും ഓണറിനെയും സെപ്പറേറ്റ് എൻറ്റിറ്റികളായിട്ടാണ് കണക്കാക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഓണർ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നു. അപ്പം ഈ ക്യാപിറ്റൽ ക്യാപിറ്റൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഓണറോടുള്ള ഒരു ലൈബിലിറ്റിയാണ് ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലൈബിലിറ്റി സൈഡിൽ എഴുതുന്നത്. അപ്പം ഇതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബിസിനസ്സിനെയും ഓണറിനെയും സെപ്പറേറ്റ് എൻറ്റിറ്റികളായിട്ടാണ് കണക്കാക്കുന്നത്. അടുത്ത കൺസെപ്റ്റാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. ആസ് പെർ ദിസ് കൺസെപ്റ്റ്, transactions involving money or money's worth will be recorded in the books of the business. ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം ഏതൊരു ട്രാൻസാക്ഷൻ ആയാലും അതിനെ മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. ഇവൻറ്റ്സ് ഓർ ട്രാൻസാക്ഷൻസ് വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി വിൽ നോട്ട് ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ്. ഇങ്ങനെ മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യില്ല എന്നാണ് ഈ ഒരു ട്രാൻസാക്ഷൻ പ്രകാരം പറയുന്നത്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്തു, ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്തു. അപ്പോൾ അത് നമുക്ക് മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അല്ലേ. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മളിപ്പോൾ ഒരു എംപ്ലോയീനെ അപ്പോയിൻ്റ് ചെയ്തു, ഒരു സ്റ്റാഫിനെ അപ്പോയിൻ്റ് ചെയ്തു. അപ്പം നമുക്കത് മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ആ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് ബുക്ക് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ മെഷീനറി പർച്ചേസ് ചെയ്തു, അതിന് ഒരു മോണിറ്ററി വാല്യൂ ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് ബുക്ക് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് പറയുന്നത്. നമുക്ക് മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. അടുത്തൊരു കൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. According to this concept,
It is assumed that the business will last for a long time. There is no intention to close business in the immediate future. ഈ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഒരു ലോങ് പീരീഡിലേക്ക് കണ്ടിന്യൂ ചെയ്യാം എന്നൊരു അസംഷനിലാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ ആരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബിസിനസ്സിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പം ബിസിനസ് ലോങ് പീരീഡിലേക്ക് കണ്ടിന്യൂ ചെയ്യും എന്നൊരു അസംഷനിലാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് അസംഷൻ ഓഫ് അക്കൗണ്ടിങ് ആസ് ഇറ്റ് പ്രൊവൈഡ്സ് ദ വെരി ബേസിസ് ഫോർ ഷോയിങ് ദ വാല്യൂ ഓഫ് അസറ്റ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഫിക്സഡ് അസറ്റൊക്കെ കാണിക്കുന്നത് അതുകൊണ്ടാണ്, ലോങ് പീരീഡിൽ അത് റൺ ചെയ്യും എന്നൊരു അസംഷനിലാണ്. അതുപോലെ തന്നെ ഈ ഒരു കൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ ഡിപ്രിസിയേഷനൊക്കെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബിസിനസ്സിന് ഒരു ലോങ് പീരീഡിലേക്ക് കണ്ടിന്യൂ ചെയ്യാം എന്നൊരു അസംഷനാണ് ഈ കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റാണ്. അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് പ്രിൻസിപ്പിൾ സേസ് ദാറ്റ് എ ബിസിനസ് ഷുഡ് റിപ്പോർട്ട് ദെയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പീരിയോഡിക്കലി. ബിസിനസ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പീരിയോഡിക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ഇത് ഏത് കാലയളവിലേക്കാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു പീരീഡിനെയാണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. ദ പീരീഡ് ഓഫ് ഇൻ്റർവെൽ for which accounts are prepared and presented for ascertaining the result and financial position of business is called accounting period. അപ്പം നമ്മൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ പീരിയോഡിക്കലിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഒരു പർട്ടിക്കുലർ പീരീഡിനെ, ഏത് പീരീഡിലാണോ നമ്മൾ ആ ബുക്സ് ഓഫ് അക്കൗണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് അതിനെയാണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പീരിയോഡിക്കായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ബിസിനസ് പ്രോഫിറ്റബിൾ ആണോ അല്ലോ ലോസിലാണോ ഇത് നമുക്ക് അറിയാൻ പറ്റുന്നത് ഇങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെയാണ്. ദ ട്രൂ റിസൾട്ട് ഓഫ് ദ ബിസിനസ് ക്യാൻ ബി അസർട്ടൈൻഡ് ത്രൂ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ആർ പ്രിപ്പയർഡ് പീരിയോഡിക്കലി. അത് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ പീരിയോഡിക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ട്രൂ റിസൾട്ട് കണ്ടെത്താൻ സാധിക്കും, അസർട്ടൈൻ ചെയ്യാൻ പറ്റും എന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് കോസ്റ്റ് കൺസെപ്റ്റാണ്. ദിസ് പ്രിൻസിപ്പിൾ റിക്വയർസ് ദാറ്റ് all assets are recorded in the books of accounts at their purchase price, which includes cost of acquisition, transportation, installation and making the asset ready to use. ഈ ഒരു കോസ്റ്റ് കൺസെപ്റ്റ് പ്രകാരം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അസറ്റ്സ് എല്ലാം റെക്കോർഡ് ചെയ്യേണ്ടത് പർച്ചേസ് പ്രൈസിലായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി പർച്ചേസ് പ്രൈസിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആവും എന്നാണ് പറയുന്നത്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഇൻസ്റ്റാളേഷൻ, അതുപോലെ തന്നെ ആ അസറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിനാവുന്നത് വരെയുള്ള എല്ലാ ചിലവും പർച്ചേസ് പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് കോസ്റ്റ് കൺസെപ്റ്റ് പറയുന്നത്. നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അസറ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ പർച്ചേസ് പ്രൈസിലായിരിക്കണം അത് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നാണ് കോസ്റ്റ് കൺസെപ്റ്റ് പറയുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റാണ്. അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് ഡുവൽ ആസ്പെക്റ്റ്. ഡുവൽ ആസ്പെക്റ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓർ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ്. Every transaction has dual aspect, receiving aspect and a giving aspect. ഈ ഒരു ഡുവൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ഇതിൽ പറയുന്നത് ഏതൊരു ട്രാൻസാക്ഷൻ ആയാലും അതിന് രണ്ട് ആസ്പെക്റ്റ് ഉണ്ടായിരിക്കും. റിസീവിങ് ആസ്പെക്റ്റ് ഉണ്ടായിരിക്കും, ഗിവിങ് ആസ്പെക്റ്റ് ഉണ്ടായിരിക്കും. ഈ രണ്ട് ട്രാൻസാക്ഷനും നമ്മൾ എന്തായാലും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം എന്നാണ് ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റിൽ പറയുന്നത്. എന്താ ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റിൽ പറയുന്നത്? ഏതൊരു ട്രാൻസാക്ഷനും അതിന് രണ്ട് ആസ്പെക്റ്റ് ഉണ്ടാവും, ഒന്ന് ഗിവിങ്ങും ഒന്ന് റിസീവിങ്ങും. അപ്പം ഇവ രണ്ടും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് ഇക്വേഷനൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താ?
അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പം അക്കൗണ്ടിങ് ഇക്വേഷനൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ നമുക്കറിയാം സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് നമ്മുടെ ഈ ഡുവാലിറ്റി പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. നമ്മൾ പഠിക്കുന്ന ഡബിൾ എൻട്രി സിസ്റ്റം ഒക്കെ ഈ ഒരു പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. അടുത്തൊരു കൺസെപ്റ്റാണ് റവന്യൂ റെക്കഗ്നീഷൻ കൺസെപ്റ്റ് അല്ലെങ്കിൽ റിയലൈസേഷൻ കൺസെപ്റ്റ്. The concept of revenue recognition requires that the revenues for a business transaction should be included in the accounting records only when it is realized. ബിസിനസ്സിൽ റവന്യൂ കിട്ടിയതായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അത് റിയലൈസ് ചെയ്താൽ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ എന്നാണ് ഈ റവന്യൂ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ റിയലൈസേഷൻ കൺസെപ്റ്റ് പറയുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ റവന്യൂ റിയലൈസ് ചെയ്തതായിട്ട് കണക്കാക്കാം. ഒന്ന് ക്യാഷ് ആയിട്ട് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് നടക്കുമ്പോൾ. റവന്യൂ ഈസ് അസ്യൂംഡ് ടു ബി റിയലൈസ്ഡ് വെൻ എ ലീഗൽ റൈറ്റ് ടു റിസീവ് ഇറ്റ് അറൈസസ് ഓർ ഇറ്റ് ഈസ് റിയലൈസ്ഡ് ഇൻ മണി. രണ്ട് സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിയലൈസ് ചെയ്തതായിട്ട് കണക്കാക്കാം. ക്രെഡിറ്റ് സെയിൽസ് നടക്കുമ്പോൾ അവിടെ ഒരു ലീഗൽ റൈറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പം ഈ രണ്ട് സാഹചര്യത്തിൽ നമുക്ക് റവന്യൂ റിയലൈസ് ചെയ്തതായിട്ട് നമുക്ക് കണക്കാക്കാം. ഇങ്ങനെ റിയലൈസ് ചെയ്ത റവന്യൂ മാത്രമാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. On the basis of this principle, credit sales are treated as revenue and accrued income received in advance, outstanding expenses, prepaid expenses are recorded in the particular accounting year. ഇങ്ങനെ ഇവയെല്ലാം നമുക്ക് റവന്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത് ഈ പ്രിൻസിപ്പിൾ പ്രകാരം. അപ്പം ഇതാണ് റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റ്. അടുത്ത നമ്മൾ പറയുന്നത് മാച്ചിങ് കൺസെപ്റ്റാണ്. This principle states that expenses incurred in a accounting period should be matched with the revenues during that period in order to ascertain the profit or loss. നമ്മൾ ഈ മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം ഒരു അക്കൗണ്ടിങ് പീരീഡിലെ എക്സ്പെൻസസും ഇൻകവും മാച്ച് ചെയ്യപ്പെടണം എന്നാണ് മാച്ചിങ് കൺസെപ്റ്റ് പറയുന്നത്. പ്രോഫിറ്റ് ഓർ ലോസ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടിങ് പീരീഡിലെ എക്സ്പെൻസസും ഇൻകവും മാച്ച് ചെയ്യപ്പെടണം. നമ്മൾ ആ ഒരു വർഷത്തെ എക്സ്പെൻസസും റവന്യൂവും കമ്പയർ ചെയ്തിട്ടാണ് ബിസിനസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പം ആ ഒരു വർഷത്തെ ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ഇവിടെ കണക്കാക്കിയുള്ളൂ. അപ്പം ആ ഒരു അക്കൗണ്ടിങ് പീരീഡിലെ എക്സ്പെൻസസും റവന്യൂവും മാച്ച് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും. ഇതാണ് മാച്ചിങ് കൺസെപ്റ്റ് പറയുന്നത്. അടുത്ത പറയുന്നത് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റാണ്. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ഡിസ്ക്ലോസ് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ യൂസേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ബിസിനസ്സായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മെറ്റീരിയൽ ഫാക്റ്റും ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റിൽ പറയുന്നത്. ഇങ്ങനെ എല്ലാ മെറ്റീരിയൽ ഫാക്റ്റും ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇറലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും എല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം എന്നല്ല പറയുന്നത്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും പൂർണ്ണമായിട്ടും ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റിൽ പറയുന്നത്. ഇത്രയാണ് പറയുന്നത്. നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മെറ്റീരിയൽ ഫാക്റ്റും ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റിൽ പറയുന്നത്. അടുത്ത പറയുന്നത് കൺസിസ്റ്റൻസി കൺസെപ്റ്റാണ്. അക്കൗണ്ടിംഗ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് അഡോപ്റ്റഡ് മസ്റ്റ് ബി സെയിം ഫോർ എ റീസണബിൾ പീരീഡ് ഓഫ് ടൈം. ഈ കൺസിസ്റ്റൻസി കൺസെപ്റ്റ് പറയുന്നത് നമ്മൾ അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന പോളിസീസ് പ്രാക്ടീസ് എല്ലാം ഒരു റീസണബിൾ ടൈമിലേക്ക് അത് തന്നെ തുടരേണ്ടതാണ് എന്നാണ് പറയുന്നത്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സ്ഥിരത എന്നാണ് കൺസിസ്റ്റൻസിൻ്റെ മീനിങ്. അപ്പം അത് തന്നെയാണ് പറയുന്നത്. നമ്മൾ ഫോളോ ചെയ്യുന്ന പോളിസീസും പ്രാക്ടീസും എല്ലാം സെയിം ആയിരിക്കണം, ഒരു റീസണബിൾ പീരീഡിലേക്ക് അത് സെയിം ആയിരിക്കണം എന്നാണ് പറയുന്നത്. The frequent changes in such policies will adversely affect the reliability and comparability of financial statements. അപ്പം നമ്മൾ ഇങ്ങനെ ഈ പോളിസീസിലൊക്കെ ഫ്രീക്വൻറ്റ് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റിയലബിലിറ്റീനെയും കമ്പയറബിലിറ്റീനെയും ഒക്കെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നാണ് പറയുന്നത്. അപ്പം അവിടെ ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് നടത്താൻ നമുക്ക് സാധിക്കില്ല ഇങ്ങനെ ഫ്രീക്വൻറ്റ് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ. അപ്പം എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്ന പോളിസീസ് എല്ലാം കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്നാണ് ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കൂ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനൊരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കൂ എന്നാണ് പറയുന്നത്. ഇത്രയാണ് കൺസിസ്റ്റൻസി കൺസെപ്റ്റിൽ പറയുന്നത്. നമ്മൾ ഫോളോ ചെയ്യുന്ന പോളിസീസും റൂൾസും ഒന്നും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ പാടുള്ളതല്ല. അടുത്തത് കൺസർവേറ്റിസം കൺസെപ്റ്റാണ്. പ്രൂഡൻസ് കൺസെപ്റ്റ് എന്നും ഇത് പറയുന്നുണ്ട്. This principle states that while recording accounting information, anticipated profits are not to be considered, but only possible losses are considered. ഈ കൺസർവേറ്റിസം കൺസെപ്റ്റ് പ്രകാരം നമുക്ക് ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ്സ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളതല്ല. പക്ഷേ ആൻറ്റിസിപ്പേറ്റഡ് ലോസസ് നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ എ റീസണബിൾ പ്രൊവിഷൻസ് ആർ മെയ്ഡ് ഫോർ ആൻറ്റിസിപ്പേറ്റഡ് ലോസസ്. അതുപോലെ തന്നെ നമുക്കൊരു റീസണബിൾ പ്രൊവിഷൻ ഈ ലോസസിന് വേണ്ടിയിട്ട് നീക്കി വെക്കാൻ പറ്റും. ഈ കൺസർവേറ്റിസം കൺസെപ്റ്റ് പ്രകാരം ആൻറ്റിസിപ്പേറ്റഡ് ലോസസിന് വേണ്ടിയിട്ട് ഒരു പ്രൊവിഷൻ നീക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് കൺസർവേറ്റിസം കൺസെപ്റ്റിൽ പറയുന്നത്. ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് നമ്മൾ ഒരിക്കലും ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കില്ല, പക്ഷേ ആൻറ്റിസിപ്പേറ്റഡ് ലോസസ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കുകയും അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊവിഷൻ നമുക്ക് നീക്കി വെക്കാൻ സാധിക്കും എന്നാണ് കൺസർവേറ്റിസം കൺസെപ്റ്റിൽ പറയുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റാണ്. This principle states that importance should be given only to material facts, ignoring insignificant details. ഈ ഒരു മെറ്റീരിയാലിറ്റി കൺസെപ്റ്റിൽ പറയുന്നത് നമ്മൾ മെറ്റീരിയൽ ഫാക്ട്സിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇൻസിഗ്നിഫിക്കൻ്റ് ഡീറ്റെയിൽസ് എല്ലാം ഇഗ്നോർ ചെയ്യണം. മെറ്റീരിയൽ ഫാക്ട്സിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുള്ളൂ എന്നാണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് പറയുന്നത്. ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റിനോട് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റാണ്. The concept of objectivity requires that accounting transaction should be recorded in an objective manner, free from the bias of accountants and others. നമ്മൾ ഒബ്ജക്റ്റീവ് കൺസെപ്റ്റ് പ്രകാരം നമ്മൾ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പം അതൊരു ഒബ്ജക്റ്റീവ് മാനറിലായിരിക്കണം റെക്കോർഡ് ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത്. അക്കൗണ്ടൻസിൻ്റെയും മറ്റുള്ളവരും വരുത്തുന്ന ബയാസിൽ നിന്ന് ഫ്രീ ആകാനും മറ്റും ഒബ്ജക്റ്റീവ് മാനറിലാണ് നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. This can be possible when each of the transaction is supported by verifiable documents or vouchers. These are called source document. It ensures credibility and dependability of the recorded data. അപ്പം ഇതെങ്ങനെയാണ് പോസിബിൾ ആവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും സപ്പോർട്ടഡ് ആയിട്ടുള്ള വെരിഫയബിൾ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ വൗച്ചേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ട്രാൻസാക്ഷൻസ് ഒബ്ജക്റ്റീവ് മാനറിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലുള്ള വെരിഫയബിൾ ഡോക്യുമെൻറ്റ്സിനെയാണ് നമ്മൾ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മുടെ ഈ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് നമ്മുടെ റെക്കോർഡഡ് ഡാറ്റയുടെ ക്രെഡിബിലിറ്റിയും ഡിപ്പെൻഡബിലിറ്റിയും ഒക്കെ എൻഷുർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് ഒബ്ജക്റ്റീവ് കൺസെപ്റ്റിൽ പറയുന്നത്. നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പം അത് ഒബ്ജക്റ്റീവ് മാനറിൽ റെക്കോർഡ് ചെയ്യണം എന്നാണ് ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ് പറയുന്നത്. അപ്പം ഇത്രയാണ് ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ്, ഗോയിങ് കൺസേൺ, അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്, കോസ്റ്റ് കൺസെപ്റ്റ്, ഡുവൽ ആസ്പെക്റ്റ് ഓർ ഡുവാലിറ്റി, റവന്യൂ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ റിയലൈസേഷൻ കൺസെപ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ്, ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ്, കൺസിസ്റ്റൻസി കൺസെപ്റ്റ്, കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൂഡൻസ് കൺസെപ്റ്റ്, മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്, ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ്. അപ്പോൾ ഇത്രയാണ് ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പം എല്ലാവർക്കും താങ്ക് യു.